ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ. പല കാര്യങ്ങളും ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും കരിയർ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നിൽക്കുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം മറ്റുള്ളവർ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന മുറിവുകൾ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, അത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ അടുത്ത ആക്ഷനിലോട്ട് വരും. മനസ്സിലായോ? പ്രവർത്തിക്കും. പറയുന്നതിനേക്കാളും കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനത്തെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാള് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു വ്യക്തത ഇല്ലായ്മ, എങ്ങനെ എവിടെ ചെയ്യണം എന്ന് ഒരു എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, പല രീതിയിൽ പല വിധത്തിലുള്ള കാര്യങ്ങളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലീഡർഷിപ്പായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം. വാട്ടെവർ, എന്ത് കാര്യത്തിലും നിങ്ങൾ പ്രഗത്ഭരാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിൽ പല വ്യക്തത, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിനൊന്നും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതിനൊക്കെ നിങ്ങൾ ഇനി പ്രവർത്തിക്കും. അതിനൊക്കെ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇനി പ്രവർത്തിക്കാൻ പോവുകയാണ്. കാരണം അത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ള ശത്രു അല്ലാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനാകാം, പല രീതിയിൽ നമ്മൾക്കൊരു ശത്രുക്കളുണ്ട്. പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു ഭയവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അതൊന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളെ പല കാര്യങ്ങളും നിങ്ങളെ പുറകോട്ട് ചിന്തിപ്പിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ അതെടുക്കണ്ട ഇതെടുക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ അവരെന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും പോയവർക്ക് ഇനിയും ഒരു അവസരങ്ങൾ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മൾക്കും തെറ്റാണെന്ന് അറിയാം. അല്ലെങ്കിൽ ഇപ്പൊ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിന് പല കാര്യങ്ങളും നമ്മൾക്ക് തന്നെ അറിയാം, ബോധം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങളത് പ്രവർത്തിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ, നിങ്ങളുടെ പേടി, ഭയം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ട്. ഒരു പേടി, ഭയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഉറക്കമില്ലായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മതി, അത് കാര്യങ്ങളൊക്കെ മതി. ഇനി ഞാൻ
ഒരു പ്രവർത്തനം തുടങ്ങണമെന്ന്. മനസ്സിലായോ? സ്വന്തമായിട്ട് തന്നെ യൂണിവേഴ്സലായിട്ട് ഉള്ളൊരു ബോധവൽക്കരണം. ഇനി ഇങ്ങനെ നിന്നാ പോരാ. അല്ലെങ്കിൽ ഒരു കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിലും, ഞാനൊരു പ്രവർത്തനം ഇനി തുടങ്ങാൻ പോവാ. ആ ഒരു പ്രവർത്തനം നിങ്ങൾ ഇങ്ങനെ പറയുവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് നിങ്ങളെ ചതിച്ചിട്ട് പോയവരാണെങ്കിലും വഞ്ചിച്ചിട്ട് പോയവരാണെങ്കിലും നിങ്ങളോട് ശത്രുതാ മനോഭാവം പുലർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ജീവിക്കുവോ, അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇവർക്കുണ്ട്. നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആളുകൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ അതിൽ നിന്നൊക്കെ, കാരണം ഇതൊക്കെ കുറെ ആളുകൾ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, മാനസിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അതിൽ നിന്നൊക്കെ റിക്കവേർഡ് ആവും. സ്വന്തമായിട്ട് യൂണിവേഴ്സ് തന്നെ അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കരസ്പർശം എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ നമ്മൾ ഈ വറ്റി വരണ്ടുണങ്ങിയ ഒരു സമയത്ത് നമുക്കൊരു ശരീരത്തിലാണെങ്കിലും ഇത്തിരി വെള്ളം എന്ന് പറയുന്നത്, നമ്മൾ വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കുടിക്കണം. നമ്മൾ ദാഹിച്ച് ദാഹിച്ച് പൊരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ വേറെ എത്ര നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡിനേക്കാളും നമ്മൾക്ക് കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനായിരിക്കും ഇഷ്ടം, ഇല്ലേ? വെള്ളം കുടിക്കുമ്പോഴുള്ള ഒരു ആശ്വാസം ഈ ലോകത്ത് വേറെ എന്തെങ്കിലും കഴിക്കുമ്പോൾ കിട്ടുമോ? എനിക്കറിയില്ല. എൻ്റെ ഒരു ഇതിൽ പറഞ്ഞാണ് ഇല്ല. അപ്പൊ ആ ഒരു ടോട്ടൽ നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടുവാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുവാണ് എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അപ്പൊ ഞാൻ ഇനി എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നല്ല, പ്രവർത്തിക്കും. ഓക്കെ. എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഫാമിലി വൈസ് ആയിക്കോട്ടെ, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു ഫ്രണ്ട്സ്, അങ്ങനെ ആ ഒരു സർക്കിൾ ആയിക്കോട്ടെ, നിങ്ങൾ ടോട്ടലി എല്ലാവരും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും, നിരീക്ഷിക്കാൻ തുടങ്ങും. ആരാരൊക്കെയാണ്, എന്തെന്തൊക്കെയാണ്, അതിൽ നിന്നും വ്യക്തതകൾ വരുമ്പോൾ കുറച്ച് ആളുകളെ നിങ്ങൾ അങ്ങോട്ട് മാറ്റും. അവരോട് ദേഷ്യം മനസ്സിലുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അവർ കാണിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് വെക്കുന്നുണ്ടെങ്കിലും അവരോട് വൈരാഗ്യം കാണിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ മുറിവേൽപ്പിക്കാനോ നിങ്ങൾ തയ്യാറാവില്ല. നല്ല കാര്യം. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കും, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് മനസ്സിലാക്കി വെക്കും. പക്ഷെ അവരോടൊന്നും നിങ്ങൾ ഒരു പ്രതികാരം വീട്ടാനോ അല്ലെങ്കിൽ വേറെ പരിപാടികൾക്ക് പോകാനോ ഒന്നും നിങ്ങൾ തയ്യാറാവില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള സന്തോഷങ്ങൾ കണ്ടെത്തും. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ അതായത് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകളോട് തന്നെ ഒരുപാട് ഇപ്പൊ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകരുത്. എല്ലാ ആളുകളും നമ്മളുടെ കൂടെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും അത് ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ കൂടെ നിന്ന് ഒരു നമ്മളുടേതായിട്ടുള്ള ഒരു രഹസ്യം പറഞ്ഞ് അവിടെ സത്യം ഇട്ട് ദേ അവളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദേ അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആരോടും പറയരുതട്ടാ സത്യം. അപ്പുറത്ത് നിന്നിട്ട് ദേ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സത്യം ഇട്ടിട്ടുണ്ട്, എന്നോട് സത്യം ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ആരോടും പറയരുതട്ടാ. അങ്ങനെ സത്യമായിട്ട് ലോകം മുഴുവനും പറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒന്ന് നോക്കിയും കണ്ടും പറയുക. എല്ലാം അങ്ങോട്ട് മനസ്സ് തുറന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത പ്ലാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള സീക്രട്സ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിപരമായിട്ടുള്ള സീക്രട്സ് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു 100 വട്ടം ഒന്ന് ആലോചിക്കുക. കാരണം അവിടെ നിന്ന് ഒരു ചതി കിട്ടാൻ ചാൻസ് ഉണ്ട്.
മനസ്സിലായോ? അങ്ങനത്തെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ചതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങള് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലോട്ട് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. ഉം. അങ്ങനെയുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകള് ഏത് തരക്കാരാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കാതെ വേറെ നിവർത്തിയില്ല. എല്ലാവരും ഇപ്പൊ നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന, നമ്മളോട് സംസാരിക്കുന്ന എല്ലാ ആളുകളും നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന്, നിങ്ങളുടെ നല്ല കാര്യത്തിന് പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് ചുമ്മാ അതൊന്നും വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ. അവര് എന്തെങ്കിലും കാര്യങ്ങള്, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയും കണ്ടും കൊടുക്കുക. കേട്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ദേഷ്യങ്ങളൊക്കെ നല്ല രീതിക്ക് സ്വന്തമായിട്ട് കുറക്കും. വൈരാഗ്യങ്ങൾ, മനസ്സിൻ്റെ അകത്ത് പല ആളുകളോടും വൈരാഗ്യം ഉണ്ടായിരുന്നതൊക്കെ നന്നായിട്ട് കുറക്കും. എല്ലാം നിങ്ങൾ ദൈവം എന്താണ് തീരുമാനിക്കുന്നത് അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുക. ഓക്കെ. നിങ്ങളൊന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ലൈഫിൽ ഇനി നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കണം. നല്ല നല്ല ജീവിതം എനിക്ക് ഉണ്ടാവണം. നല്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒരു നല്ല വ്യക്തികളെ എനിക്ക് സംസാരിക്കാനായിട്ട് കിട്ടണം. അല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ട് കിട്ടണം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടാകാം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്ന ഇത്തിരി സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങളെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളോടായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്കൊരു അഡ്വൈസ് ചോദിക്കുന്നതായിരിക്കാം. അങ്ങനത്തെ രീതിയിലുള്ള ആളുകളോട് നിങ്ങൾ സംസാരിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ അഡ്വൈസുകളൊക്കെ കേൾക്കാൻ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഫാമിലിനെ കാണാത്തവരോ, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവരോ, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മനസമാധാനപരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, നമ്മൾക്ക് സമ്പത്തും സകല കാര്യങ്ങളും ഉണ്ടായിട്ടും മനസമാധാനം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ഒരു മനസമാധാനപരമായിട്ടുള്ള ഒരു ഫാമിലി, അത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് തന്നെ കടന്നു വരുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ പല ആളുകളും വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പല ആളുകളും ഒരു സാമ്പത്തികമായിട്ട് ഒരു മുന്നേറ്റം ചെറുതായിട്ടാണെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വീട് വെക്കാനായിട്ടുള്ള ഒരു സ്ഥലം വാങ്ങിക്കാനോ, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെക്കാതെ ഇട്ടേക്കുന്ന ഒരവസ്ഥയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീട് വെക്കാനുള്ള ഒരു കാര്യങ്ങൾ, മനസ്സിലായോ? ഒരു വീടിനൊരു തുടക്കം കുറിക്കാനോ, വീടിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനോ, വീടിൻ്റെതായിട്ടുള്ള ചടങ്ങുകൾ തുടങ്ങാനോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് ഒരു നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ കൂടി എന്തെങ്കിലും ഒരു പരിപാടികൾക്ക് പോവാനോ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോ, മാരേജ് ഫംഗ്ഷൻ ആകാം, എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആകാം, ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു നൂലുകെട്ടാകാം, പേരിടൽ ചടങ്ങാകാം, അതെ ഇപ്പൊ ബർത്ത്ഡേ പാർട്ടി ആകാം. എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ ഒരു നല്ല ചടങ്ങുകളല്ലേ. അപ്പൊ അതിലോട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ആ ഒരു കാര്യത്തിൽ നിങ്ങളൊരു മനസ്സമാധാനപരമായിട്ട് ഒരു ഒരു പിടി ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തിലും ഉണ്ടാവും, നമ്മുടെ മനസ്സിനും നിറയും. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. നിങ്ങളും വെയിറ്റിംഗ് ആണ്. പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ മാനസികമായിട്ട് പല കാര്യങ്ങളും, വെല്ലുവിളികളും ദുരിതങ്ങളും ഒക്കെ അങ്ങോട്ടൊരു മാറ്റം എന്നിട്ട് ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, സമാധാനം, അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് കടന്നു വരുവാണ്. കാരണം എല്ലാ ഡാർക്ക്നെസ്സിൽ നിന്നും മാറി ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യത്തിലോട്ട് കൊണ്ടുവരുവാണ്. പക്ഷേ കുറച്ച് ആളുകൾ എവിടെ ഇരുന്നാലും ഞാൻ പഴയ കാര്യങ്ങൾ ചിന്തിക്കും. ഏത് സന്തോഷത്തിൽ പോയാലും ഞാൻ പഴയ കാര്യങ്ങൾ ചിന്തിക്കും. ഏത് ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ പഴയ കാര്യങ്ങൾ ചിന്തിക്കും. ഞാൻ ആരുടെ എത്ര കൂടെ നിന്നാലും
ഞാൻ പഴയ കാര്യങ്ങൾ ചിന്തിക്കും എന്ന് ഇരിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. അത് നിങ്ങളുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിടുക. ഓക്കെ, ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ കാണുന്നവര് ഒരു വിധത്തിൽ നല്ല രീതിയിലുള്ള കഴിവുകളും നല്ല രീതിയിലുള്ള പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ അത് ആ ഒരു കഴിവ് നിങ്ങൾ തന്നെ നിങ്ങൾ വികസിപ്പിച്ചോട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ, അതായത് എന്നെ ദ്രോഹിച്ചു, എന്നെ മുറിവേൽപ്പിച്ചു എന്നുള്ള ഒരു ധാരണ നിങ്ങൾ ലൈഫ് ടൈം മുഴുവനും കൊണ്ടു നടക്കാതെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടേക്കുക. ഓക്കെ. ഒന്നല്ലെങ്കിൽ ഒരു പുതിയ ഇത്, അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡ്രസ്സിങ് ചെയ്ത് പോയാൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സെക്ഷൽ ആയിട്ടുള്ള, അതായത് ഓപ്പോസിറ്റ് സെക്സ്, ഇപ്പൊ നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ പുരുഷനാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ നിങ്ങളുടെ അടുത്തോട്ട് അട്രാക്റ്റ് ആവുന്നു. അത് നിങ്ങളുടെ പ്രായം ഏതോ ആവട്ടെ, നിങ്ങളുടെ അടുത്തോട്ട് നല്ല രീതിക്ക് ഒരു അട്രാക്ഷൻ, നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസിൽ മറ്റുള്ളവർ നിങ്ങളെ നോക്കുന്നു, ആ കൊള്ളാലോ കലക്കൻ അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ നോക്കുന്നു. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിൽ നിങ്ങളുടെ ഫേസ്, ചിരി, അങ്ങനെയുള്ള നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ഒരുപാട് ആകർഷണം ഉണ്ടാക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ഫേസ് നല്ല രീതിക്ക് ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ നിങ്ങളുടെ ഓരോ പ്രവർത്തികളും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു. ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നടക്കുന്നു. ഇപ്പൊ ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പൊ പല ഫംഗ്ഷന് പോയാലോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമൽ ഡ്രസ്സ് ധരിച്ചാലോ ആ ഒരു ആകർഷണം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാവുന്നു. ഓക്കെ. ഒന്നല്ലെങ്കിൽ പുതിയ ഒരു റിലേഷൻഷിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പഴയ പഴയ ആളുടെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് മാറ്റിയോ ഇല്ലയോ, അല്ലെങ്കിൽ അവരെന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്, ഇനി എൻ്റെ അടുത്തോട്ട് തിരിച്ചു വരുമോ, എന്നെ കല്യാണം കഴിക്കുമോ, എനിക്കൊരു കുടുംബ ജീവിതം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഈ തലവേദന എൻ്റെ അടുത്തുനിന്ന് മാറുമോ, എനിക്ക് മര്യാദക്ക് ജീവിക്കാൻ പറ്റണം, ഈ തലവേദന ഒന്ന് മാറിയാൽ മതി, എനിക്ക് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. എങ്ങനെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കാൻ അറിയാവുന്ന ആളുകളാണ്. ഓക്കെ. സ്നേഹിക്കപ്പെടാനല്ല, സ്നേഹിക്കാൻ. നമ്മൾ സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കുക രണ്ടും രണ്ടാണ്. ദാറ്റ് ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ സ്നേഹിക്കപ്പെടാൻ വാശി പിടിക്കാതിരിക്കുക, സ്നേഹിക്കുക. ഓക്കെ. കാരണം അങ്ങനത്തെ ഒരു പുതിയൊരു റിലേഷൻഷിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പൊടി തട്ടി വരുന്ന കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പുതിയത് വേണോ, പഴയത് വേണോ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ജീവിക്കണോ, അതൊക്കെ കേൾക്കുന്ന ആളുകളുടെ താല്പര്യമാണ്. മനസ്സിലായോ? അത് നിങ്ങളുടെ താല്പര്യമാണ്. നമുക്കിവിടെ കാണുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.